ഹലോ ഗെയ്സ്, ഇന്ന് ഞാനൊരു കഥ പറയാം. കഥയുടെ പേരെന്തെന്നറിയണ്ടേ? കഥയുടെ പേര് ഒരു വാപ്പച്ചി. ആ വാപ്പ ഒരു സാധാരണക്കാരനായിരുന്നു. വിവാഹം കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് അയാൾക്ക് ഒരു മോള് ജനിച്ചത്. അയാൾക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ. ഭാര്യയും അയാളും മോളും അടങ്ങുന്ന ആ കൊച്ചു കുടുംബം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ആ മോള് വലുതായി, അവളുടെ കല്യാണപ്രായമെത്തി. അപ്പോൾ അയാൾ നാട് മുഴുവൻ കല്യാണം വിളിച്ചു. എൻ്റെ മോളെ കല്യാണമാട്ടോ, അടുത്ത ഞായറാഴ്ച, നീ മറക്കാതെ വരണേ. അങ്ങനെ ഓരോരുത്തരെയും അയാൾ വിളിച്ചു. കല്യാണത്തിൻ്റെ തലേന്നാൾ അയാളുടെ ആ മകൾ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടുകയാണ്. അയാൾ ഇതറിഞ്ഞ്, അല്ലാ പടച്ചോനെ, ഇത്രയും കാലം എൻ്റെ പൊന്നുമോ, എന്നോട് ഇത് വേണമായിരുന്നു. അയാളുടെ ചങ്ക് നേറി. പിറ്റേന്ന് ദിവസം കടന്നുപോയി. അയാളുടെ മനോനില തെറ്റുകയാണ് സുഹൃത്തുക്കൾ. എൻ്റെ മോളെ കണ്ടോ? ആരെ കണ്ടാലും അയാളുടെ ആ ചോദ്യം, എൻ്റെ മോളെ കണ്ടോ, എൻ്റെ മോള് എന്ന ആ ദയനീയ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം വാപ്പ അല്ലെങ്കിൽ ഉമ്മ തങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുപാട് വാപ്പമാർ അല്ലെങ്കിൽ ഉമ്മമാർ നമുക്കിടയിലുണ്ട്. അവരെ വേദനിപ്പിക്കാതിരിക്കുക പുതുതലമുറയുള്ള ഒരു അപേക്ഷയാണ്.